ഒരു നാടിനെയാകെ കണ്ണീരിലാഴ്ത്തിയാണ് 2019 ആ കൊടും ക്രൂരത അരങ്ങേറിയത്. വീട്ടിലേക്ക് മടങ്ങിയ 2 ചെറുപ്പക്കാരെയാണ് ഇരുട്ടിന്റെ മറവിൽ ഒളിച്ചിരുന്ന കൊടും ക്രിമിനലുകൾ വെട്ടിയരിഞ്ഞത്. ആ അരും കൊല നടന്ന പെരിയയിലെ വഴികളിലൂടെ ദീപക് മലയമ്മ സഞ്ചരിക്കുകയാണ്. ജനുവരി 5 അന്നാണ് പെരിയ ഇരട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾക്ക് തുടക്കം ഉണ്ടാകുന്നത്. മൂന്നാർ പീപ്പിൾസ് കോളേജിന്റെ ബസ് ശരത്ലാലിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം കല്യോട്ട് നഗരത്തിൽ വെച്ച് തടഞ്ഞു. KSU പ്രവർത്തകർക്ക് അകാരണമായി മർദ്ദനമേൽക്കുന്നു SFIക്കാരിൽ നിന്നുള്ളായിരുന്നു ആരോപണം. ആ ബസ്സിലുണ്ടായിരുന്ന SFIക്കാരുമായി അത് തർക്കത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറി. അന്ന് നഗരത്തിലുണ്ടായിരുന്നത് ഇന്നത്തെ കേസിൽ 1-ാം പ്രതിയായിട്ടുള്ള പീതാംബരൻ, മുൻ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹവും വിഷയത്തിൽ ഇടപെടുന്നു. പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന 15-ാം പ്രതിയായിട്ടുള്ള സുരേന്ദ്രനും വിഷയത്തിലേക്ക് കടന്നു വരുന്നു. അവിടെ ഒരു ഉന്തും തള്ളും ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ പീതാംബരൻ തന്റെ കൈക്ക് ശരത്ലാലിൽ നിന്ന് മർദ്ദനമേറ്റെന്ന് കാണിച്ചുകൊണ്ട് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് തേടുന്നു. പ്രശ്നങ്ങൾ അങ്ങനെ താൽക്കാലികമായി ഒതുങ്ങിയെങ്കിലും അത് നീറിപ്പുകയുന്നുണ്ടായിരുന്നു. ഫെബ്രുവരി 14 അന്ന് ഈ ഏച്ചിലെടുക്കത്തെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിന് മുൻപിലുള്ള ബസ് സ്റ്റോപ്പിൽ 1 മുതൽ 11 വരെയുള്ള പ്രതികൾ ഒത്തുചേർന്നു. അതിൽ പീതാംബരനും ഉണ്ടായിരുന്നു. എന്തായാലും ശരത്ലാലിന് തിരിച്ചടി കൊടുക്കണമെന്ന് അന്ന് ആലോചിച്ചു. അതിനുള്ള പ്രധാനപ്പെട്ട ദിനം കളിയാട്ട ദിനം തന്നെയാകട്ടെ എന്നുള്ളതായിരുന്നു ആലോചന. കല്യോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗമായിരുന്നു ഫെബ്രുവരി 17. അന്ന് ശരത്ലാലും കൃപേഷും ഇവിടെ സജീവമായി വളണ്ടിയർമാരെ ഇടപെട്ട് ഭക്ഷണ വിതരണം ഉൾപ്പെടെ നടത്തുകയും ചെയ്തു. വൈകിട്ടോടുകൂടി അവർ തിരികെ പോവുകയും ചെയ്തു. അന്ന് പക്ഷേ വൈകിട്ട് 4 മണിക്ക് വീണ്ടും ഏച്ചിലെടുക്കം ബസ് സ്റ്റോപ്പിൽ 1 മുതൽ 11 വരെയുള്ള പ്രതികൾ ഒത്തുചേരുന്നുണ്ട്. അവിടെ വെച്ച് വൈകിട്ടോടുകൂടി തന്നെ കൃത്യം നടത്താനുള്ള ആലോചന നടത്തുകയും ചെയ്യുന്നു. ഈ 1 മുതൽ 11 വരെയുള്ള പ്രതികളിൽ 3 പേർക്ക് എവിടെയാണ് ശരത്ലാൽ എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളും നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകുന്നു. രഞ്ജിത്ത്, ശ്രീരാഗ്, സുരേന്ദ്രൻ, ഈ 3 പേർ ചേർന്നാണ് ശരത്ലാലിൻ്റെ മറ്റു നീക്കങ്ങൾ പിന്നീട് നിരീക്ഷിക്കുന്നത്. അന്ന് വൈകിട്ട് കൃപേഷും ശരത്ലാലും ഈ കമാനത്തിൻ്റെ അരികിലേക്ക് തിരികെ എത്തുന്നുണ്ട്. അതായത് തങ്ങളുടെ സുഹൃത്തിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡ്രസ് കോഡ് ഏതാണെന്നുള്ളത് സംബന്ധിച്ചുള്ള ആലോചന, അതിനുവേണ്ടിയുള്ള തുക കൈമാറുന്നതിന് വേണ്ടിയുള്ള ആലോചന, ഒപ്പം തന്നെ അന്ന് വസ്ത്രത്തിന് വേണ്ടി കടയിലേക്ക് വിളിച്ച് അത് ഓർഡർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് വൈകിട്ട് 6:30 സമയം. അവിടെ നിന്നും പിന്നീട് അവർ ഇവിടെ നിന്നും സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകുകയാണ്. അത് നടക്കുന്നത് ഏതാണ്ട് 7:30 പക്ഷേ 6:45 സമയത്തോടുകൂടി ഈ കമാനത്തിന് നേർ എതിർവശത്തുള്ള അവരുടെ വീട്ടിലേക്ക് പോകുന്ന പാതയിലൂടെ കൃത്യം നടത്തുന്നതിന് വേണ്ടി പ്രതികൾ കടന്നു പോവുകയും ചെയ്യുന്നു. ഈ പാതയിൽ നേരത്തെ തന്നെ പ്രതികൾ വന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒപ്പം തന്നെ മുൻപ് ശരത്ലാലിൻ്റെ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാൻ രഞ്ജിത്തിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ രഞ്ജിത്ത് കൃത്യമായി തന്നെ മറ്റു പ്രതികളെ കാര്യങ്ങൾ വിളിച്ചറിയിക്കുകയും ചെയ്തു. ഇനി ആ വശവും കൂടി കാണേണ്ടതുണ്ട്. ഈ മേഖലയിലാണ് അന്ന് പ്രതികൾ പൂർണ്ണമായും ഒളിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അവർ ഇവിടെ ഇങ്ങനെ പതിയിരിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ 7:35 എന്ന സമയത്താണ് കൃത്യമായി ഈ പ്രതികൾ ഇതിനു മുൻപിലേക്ക് ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും ഇരുചക്രവാഹനത്തിന് മുൻപിലേക്ക് ചാടി വീഴുന്നത്, ഇരുവരെയും വെട്ടി വീഴ്ത്തുന്നത്. ഈ ഒരു കൊടിമരം നമുക്ക് കാണാം. ഇവിടെയാണ് ശരത്ലാൽ മൃതപ്രാണനായി കിടക്കുന്നത്. ഇരുചക്രവാഹനം ഉണ്ടായിരുന്നതും ഇവിടെ. പക്ഷേ തലയ്ക്ക് വെട്ടേറ്റെങ്കിലും മാരകമായി പരുക്കേറ്റ കൃപേഷ് മരണഭയം കൊണ്ട് ഇവിടെ നിന്നും ഏതാണ്ട് 100 മീറ്ററോളം ഈ ഒരു മേഖലയിലേക്ക് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തി. 7:45 ശരത്ലാലിൻ്റെ സഹോദരിയും സംഘവും ഒരു വിവാഹം കഴിഞ്ഞ് ഇതേ പാതയിലൂടെ വരികയും ശരത്ലാൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കാണുകയും ചെയ്യുന്നത്. പിന്നീട് ശരത്ലാലിനെയും കൃപേഷിനെയും ഇവിടെ നിന്നും പെട്ടെന്നെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും 2 പേരുടെയും മരണം സംഭവിച്ചു. പക്ഷേ അന്ന് രാത്രിയിൽ തന്നെ ഇതേതിന് സമാനമായ വിജനമായ കീക്കാനം പുളിക്കാവിലെ ഒരിടത്ത് വെച്ച് അന്നത്തെ ഉദുമയിലെ മുൻ ഏരിയ സെക്രട്ടറിയും നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ PK മണികണ്ഠൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പ്രതികളുടെ വസ്ത്രം ഉൾപ്പെടെ കത്തിച്ചു കളഞ്ഞു എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. 2019 ഫെബ്രുവരി 18 1-ാം പ്രതി പീതാംബരനെയും 2-ാം പ്രതി സജി ജോർജിനെയും പോലീസ് പിടികൂടുന്നുണ്ട്. സജി ജോർജിനെ പക്ഷേ ഉദുമ മുൻ MLA ആയിട്ടുള്ള KV കുഞ്ഞിരാമൻ്റെ നേതൃത്വത്തിൽ 20-ാം പ്രതിയും 21-ാം പ്രതിയും 22-ാം പ്രതിയും ഒക്കെ ചേർന്ന് രക്ഷപ്പെടുത്തുകയാണ്. 6 വർഷം നീണ്ട നിയമ പോരാട്ടം, 20 മാസം നീണ്ട വിചാരണ, ഏറ്റവും ഒടുവിൽ പ്രത്യേക CBI കോടതിയിൽ നിന്ന് കൃപേഷിനും ശരത്ലാലിനും സാമാന്യ നീതി. ഇതാണ് അവിടെ നടന്നത്.